ഹായ്, അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 പലഹാരങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നല്ലൊരു പഴംപൊരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പഴംപൊരി ഉണ്ടാക്കാൻ എപ്പോഴും ഒരു മീഡിയം പഴുപ്പിലുള്ള പഴം തന്നെ എടുക്കാൻ നോക്കണം. ഒത്തിരി പഴുത്തതും ആയിരിക്കരുത്, എന്നാൽ പച്ചയായിരിക്കരുത്. ആ ഒരു പരുവത്തിലായിരിക്കണം. അതായത് ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ കറുപ്പൊക്കെ വന്നിട്ടുണ്ടാവണം. പക്ഷെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് സോഫ്റ്റായി പോകരുത്. അങ്ങനെയുള്ള പഴം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അത് ഒത്തിരി അങ്ങ് സോഫ്റ്റായിട്ട് കഴിക്കാൻ നല്ലതായിരിക്കത്തില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള പഴം എടുക്കാൻ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ പകുതി വെച്ച് മുറിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ചെറുതായിട്ട് വേണമെങ്കിലും മുറിച്ചെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ പകുതി വെച്ച് മുറിക്കുവാണ്. ചിലരാണെങ്കിൽ ഈ ഒറ്റ നീളത്തിന് ഏത്തപ്പഴം ഇതുപോലെ മുറിക്കാതെ ഒരേ നീളത്തിന് തന്നെ മുറിച്ചെടുക്കും. പക്ഷെ അങ്ങനെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ വേണ്ടി വരും. കാരണം അത്രയും മുങ്ങിക്കിടക്കാനുള്ള എണ്ണ വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് മുറിക്കുന്നത്. ഇനി ഇതിനെ ഈ ഒരു പീസിന് നമുക്കൊരു 3 സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കനം കുറഞ്ഞു പോരുത്, ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ പഴമെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു പാനിൽ 2 ഏലക്ക ഇടാം. അതിനകത്തോട്ട് ഒരു വലിയ നുള്ള് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ജീരകവും ഏലക്കയും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ജീരകം ചേർക്കുമ്പം ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏലക്ക മാത്രം ചേർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഏലക്ക മൂപ്പിക്കണമെന്നില്ല. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ ബാറ്ററിലോട്ട് ചേർക്കാം. അപ്പോൾ ഈ ഏലക്കയും ജീരകവും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് പൊടിക്കാൻ പറ്റത്തില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പൊടിക്കാൻ പോകുന്നത്. നമുക്ക് ഈ പഴംപൊരിക്കുള്ള മാവിൽ കുറച്ച് പഞ്ചസാര ചേർക്കണമല്ലോ, ചെറുതായിട്ടൊരു മധുരം വേണം. അപ്പോൾ ആ പഞ്ചസാര ഇതിൻ്റെ കൂടെ ഇട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ടൊരു 3 ടീസ്പൂൺ ചേർക്കുവാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. എത്ര മധുരം പഴംപൊരിക്ക് വേണമെന്ന് വെച്ചാൽ അത് കണക്കാക്കി പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂണാണ് ചേർത്തത്. പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് അത് കണക്കാക്കി ചേർക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാരയും ഏലക്കയും ജീരകവും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാനായിട്ടാണ് മിക്സിയിൽ ഇടുന്നത്. ഇനിയിപ്പം മിക്സിയുടെ ജാറൊക്കെ കഴുകാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബൗളിലിട്ടിട്ട് വിസ്കോ സ്പൂണോ വെച്ച് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. പക്ഷേ എനിക്ക് മിക്സിയിലിട്ട് അടിക്കുന്നതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് കേട്ടോ. നന്നായിട്ട് പതഞ്ഞ് കിട്ടും പെട്ടെന്ന് തന്നെ. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പച്ചപ്പാലാണ്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. 1/4 കപ്പ് പാലൊഴിച്ചു. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. മിക്സിയിലിട്ട് ഒന്ന് അടിക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് പതഞ്ഞ് കിട്ടും. അപ്പോൾ മുട്ടയും പാലും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കണം. കറക്റ്റ് അളവില്ല മൈദയ്ക്ക്. കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നോക്കുക. കുറച്ച് നല്ല കുറുകിയ ഒരു മാവാവുന്നത് വരെ മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ഇടുവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്യണം. കൂടുതൽ മൈദ വേണമെന്ന് തോന്നിയാൽ ഇട്ട് കൊടുക്കാം. അതല്ല കുറുകി പോയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ ചിലപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ മൈദ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് പഞ്ചസാര പൊടിച്ചത് ചേർക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ പൊടിച്ചു വെച്ച പഞ്ചസാര ഫുൾ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് മാവിൻ്റെ പരുവം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകിയിരിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദ മാവും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഈ മാവ് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ പഴത്തിൻ്റെ മുകളിൽ അത് നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കത്തില്ല. നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ അതങ്ങ് ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ച് കുറുകിയ മാവായിട്ട് തന്നെ കലക്കിയെടുക്കണം. ഇനി ഇതിനകത്തോട്ട് കളറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേണമെന്നില്ല, ചെറുതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴംപൊരിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ പരുവം. ഇതുപോലെ കുറുകിയ മാവായിരിക്കണം. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു ഏത്തപ്പഴത്തിനുള്ള മാവിൽ ഒരു മുട്ടയാണല്ലോ ചേർത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ 2 ഏത്തപ്പഴം അല്ലെങ്കിൽ 3 ഏത്തപ്പഴം എടുക്കുകയാണെങ്കിലും ഒരു മുട്ട തന്നെ ചേർത്താൽ മതി. ബാക്കിയുള്ള സാധനങ്ങളുടെ അളവ് മാത്രം കൂട്ടിയാൽ മതി. മൈദ, പാല്, ഏലക്ക, ജീരകം, പഞ്ചസാര, ഇത്രയും സാധനങ്ങളുടെ അളവ് മാത്രം കൂട്ടിയെടുക്കുക. പക്ഷേ മുട്ട ഒന്ന് തന്നെ ചേർത്താൽ മതി. കാരണം മുട്ടയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കരുത്. പഴംപൊരി നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ ചെറുതായിട്ട് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് മാത്രമാണ് മുട്ട ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുട്ട ഒരെണ്ണം തന്നെ എടുത്താൽ മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം കൂടുതൽ എടുക്കുക. അപ്പോൾ മാവ് റെഡിയായി. പഴം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് പഴം മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. ഇതിട്ട് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പഴം ചെറുതായിട്ടൊന്ന് വേവണം. പിന്നെ പുറമേ നല്ലൊരു മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ ആവണം. അതുവരെ ഫ്രൈ ചെയ്താൽ മതി. ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ മുട്ട ചേർത്ത ബാറ്റർ ആയതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ആ പഴത്തിൽ പൊതിഞ്ഞിരിക്കുന്ന നല്ലൊരു കോട്ടിംഗ് ആയിട്ട് തന്നെ കിട്ടും. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന പഴവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മാവ് ബാക്കിയുണ്ട്. ഈ മാവ് വെച്ചിട്ട് നമുക്ക് ഒരു പലഹാരം കൂടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബ്രെഡിനെ ഒരു 4 ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാവേ. ഞാൻ സ്ക്വയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് കേട്ടോ. ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ബ്രെഡ് മാത്രമേ ഉള്ളെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. പഴംപൊരി ഉണ്ടാക്കണം എന്നില്ല, ഈ മാവുണ്ടാക്കി ബ്രെഡ് പൊരിച്ചെടുത്താൽ മതി. ഇനി ബ്രെഡ് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, തീ കുറച്ചൊന്ന് കൂട്ടിയിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഫ്രൈ ചെയ്യുമ്പം എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തീ കൂട്ടിയിട്ട് 2 സൈഡും നല്ല ബ്രൗൺ ആവുന്നവരെ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ബ്രെഡിൻ്റെ ഉള്ളിൽ വേവാനൊന്നുമില്ലല്ലോ, പുറമേയുള്ള കോട്ടിംഗ് മാത്രം ഫ്രൈ ആയാൽ മതി. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളി പഴംപൊരിയും ബ്രെഡ് പൊരിച്ചതും റെഡി. ഇപ്പോൾ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല 2 പലഹാരമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണേ. അതുപോലെ പ്ലീസ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്